ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ആട്ടവും പാട്ടും ഒപ്പം ഫുഡ് ബോയ്ബോയായിട്ട് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അതെ, രുചിമേളത്തിൽ ഇനി നമ്മൾ ആടും പാടും കൊണ്ടാടും. ദ റിയൽ കുക്കിംഗ് എന്റർടൈൻമെന്റ് ഷോ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. സെലിബ്രിറ്റി കിച്ചൺ മാജിക് കൂടുതൽ വർണ്ണാഭമാക്കാനായിട്ട് ഒരു താരത്തെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. നിശ്ചയദാർഢ്യം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് താൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തി. അയാൾ കഥ എഴുതും, അയാൾ കവിതകൾ എഴുതും, അയാൾ പാട്ടുപാടും, അയാൾ സിനിമ സംവിധാനം ചെയ്യും, നന്നായി അഭിനയിക്കും. നമുക്കേറെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബിബിൻ ജോർജ്. ബിബിൻ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനാണ്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏറെ എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ഒരുപാട് നാൾ കാണാതെ ഇരുന്നിട്ടുണ്ട്. കുറേ നേരം സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവരെ പറ്റി പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ കണ്ടതാണ് എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ എഴുതി വരുന്നത്. അപ്പോൾ കണ്ട് ഇപ്പോൾ ഇത്രയും നമ്മൾ ഈ കാണാൻ ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ അതിഥിയായി എത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും അഭിമാനിക്കുന്നത് ഞാനാണ്. താങ്ക് യു സോ മച്ച്. അല്ല, അന്നൊക്കെ ഇവരൊക്കെ തരുന്ന സപ്പോർട്ട് എന്നെ ഒന്നും ഹേർട്ട്. നമ്മൾ ആ സമയത്ത് നമ്മുടെ കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വർക്ക് ലോഡ് കൂടുമ്പോൾ നമുക്ക്, പക്ഷെ ഇവരൊന്നും ഒരു വാക്കുകൊണ്ട് പോലും ഹേർട്ടാക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരായി തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. 3 പ്രോഗ്രാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചാനലിൽ തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടേ കൊടുക്കണതൊക്കെ എല്ലാം നല്ലതൊന്നാവില്ലേ ചേച്ചി. നമ്മൾ ദൈവങ്ങളൊന്നുമില്ല എല്ലാം നന്നാവാൻ. അപ്പോൾ ചില സാധനം വളിപ്പും പോവും, കൊള്ളില്ലാത്ത ഉണ്ടാവും, ശരാശരി നിലവാരം കുറഞ്ഞൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരിക്കലും പോലും മുഖം കറുപ്പിക്കാതെ ഒരു ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്നെയൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്തുകൊണ്ട് ഇറങ്ങിച്ച ആൾക്കാരാണ്. ഒരു കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ അല്ലേ ഇത്? ബിബിൻ ചേട്ടനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കുക്കിങ്ങിന്? നന്നായിട്ട് കഴിക്കും അല്ലാണ്ട് ഒരു ബന്ധമില്ല. അമ്മിച്ചി ഉഗ്രം കുക്ക. അത് ഈ പറഞ്ഞ പോലെ വെറുതെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലും ഒടുക്കത്തെ ടേസ്റ്റ്. അമ്മിച്ചിയുടെ കുക്കിന് കൈപ്പുണ്യമുള്ള ആളാണ് അമ്മിച്ചി. പിന്നെ അവര് ബേസിക്കലി ഈ മറ്റേ തിലകം പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ ഈ മുഹബത്തിട്ടിട്ടുള്ള ഉണ്ടാക്കുക. അതാണ് ബേസിക് സോൾ എന്ന് എനിക്ക് തോന്നുന്നത്. അമ്മമാരുണ്ടാക്കുന്ന ഏതാ മോശം ഉണ്ടാവുക അല്ലേ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം, വയറ് നിറയണമെന്ന് ആഗ്രഹിച്ചാണ് അമ്മമാര് കുക്ക് ചെയ്യുന്നത്. സത്യമാണ്. വേറെ കാര്യമാണ്, നമ്മള് വിശന്നിരിക്കുമ്പോ അമ്മമാർക്ക് മനസ്സിലാവാന്ന് പറയും. വിളിച്ച് ചോദിക്കുന്നത് പലപ്പോഴും കഴിച്ചില്ലടാ നീ, എല്ലാം ആ കഴിക്ക്, അവിടെ പോയി കഴിക്കുക. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും അത് എന്ന് പറയുന്നത്. അത് മാത്രല്ല, അമ്മമാരുടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മൾ അഥവാ എന്തെങ്കിലും തിരക്ക് കാരണം അമ്മിച്ചി തന്റെ ഭക്ഷണം കഴിക്കാണ്ട് അന്ന് പോയിട്ടുണ്ടോ, പച്ച വെള്ളം കിട്ടത്തില്ല. ഞാൻ ഒരു 4 കല്യാണം കൂടാൻ പോയിട്ട് 4 സ്ഥലത്തും ഭക്ഷണം ഉണ്ടാകാതെ പട്ടിണി ഇരുന്നുണ്ട്. വൈകുന്നേരം പോയപ്പോ അമ്മിച്ചി പറഞ്ഞു ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. അങ്ങനെ കുറെ പേർക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കവിയുടെ വരിയുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്, ഇനി എനിക്ക് നിനക്ക് വിശക്കുന്നോടാന്ന് ചോദിക്കാൻ ഇനി എനിക്ക് ആളില്ല, നീ എപ്പോ വരും എന്ന് ചോദിക്കാൻ എനിക്ക് ഇനി ആളില്ല, നീ ഉറങ്ങുന്നില്ലടാ ചെറുക്ക എന്ന് ചോദിക്കാൻ എനിക്ക് ആളില്ല, ഇനി എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, എൻ്റെ അമ്മ പോയി. ഇതായിരുന്നു ആ കവിതയുടെ വരി. അയ്യോ, പെട്ടെന്ന് ആ 4 വരിയിൽ നമ്മളെ എവിടെയോ എത്തിച്ചു. അപ്പൊ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തില് ഭയങ്കര എപ്പോഴും കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹം തോന്നുന്ന ഭക്ഷണമാണ് അമ്മച്ചിയുടെ ഉണ്ടാക്കണതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടിയപ്പവും മീൻകറി. അതാണ് എൻ്റെ ഫേവററ്റ് ഫുഡ്. ഇടിയപ്പം മീൻകറി എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. എനിക്കിപ്പോൾ പുട്ടും കഴിക്കും, അപ്പം കഴിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ ആ പുട്ടിന്റെ സൈഡിൽ ഒരു ഇടിയപ്പം ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ പറയാ, ഇടിയപ്പം ഭ്രാന്തനാണ് ഞാൻ. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ബിബിൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ് ഒരു മൗത്ത് ഓർഗൻ വെച്ച് ഒരു വെൽക്കം മ്യൂസിക് ബിബിന് വേണ്ടിയിട്ട്.
कैसा है ये बंधन അതെ, നല്ല ഹയ്യ. അത് ഭയങ്കര ഏൽപ്പിച്ച. അതാണ് ഞാൻ നിർത്തിയത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചതിച്ച് ക്രിസ്തുവിനെ. ബിബിൻ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പിച്ച് താഴ്ത്തി തന്നെ ഉണ്ടല്ലോ. ഞാനിവിടെ ഉണ്ട്. तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना, तेरे मेरे बीच में, ओ तेरे मेरे बीच में कैसा है ये बंधन अनजाना. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ കിച്ചൺ മാജിക്. അതെ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഈ കല്യാണ ഫോട്ടോയിലൊക്കെ ചില അമ്മാവന്മാരെ സൈഡിൽ നിർത്തും, ക്രോപ്പ് ചെയ്ത് കളയും. എന്നിട്ട് അതേപോലെ എന്റെ ക്രോപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഫോട്ടോ, കല്യാണ ഫോട്ടോ അത് മാത്രം മാറും. അപ്പൊ ഇന്നിപ്പോ നമുക്ക് അപ്സര ബിബിൻ ചേട്ടൻ നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മുടെ ആൾക്കാർ ബിബിൻ ചേട്ടൻ അപ്സര പറയും എന്താ വേണ്ടത്. നമുക്ക് ബിബിൻ ചേട്ടൻ എന്നെ കുക്ക് ചെയ്ത് കൊടുക്കാം. അടിപൊളി, അതായിരിക്കും നല്ലത്. എനിക്ക് നവീൻ ചേട്ടനൊക്കെ ഉണ്ടാകണം തിന്നണമെന്ന്. ഞങ്ങൾ തീറ്റിച്ചിട്ടേ വേണോ? എന്താണ് നിങ്ങൾ സാധാരണ? ബിബിൻ എന്താ വേണ്ട? വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ, എന്ത് കൈൻഡ് ഓഫ് ഫുഡാണ്? വെജിറ്റേറിയൻ എനിക്ക് ആര്യഭവനിൽ പോയി കിട്ടും. എനിക്ക് നോൺ വെജ് മതി. ശരി, നോൺ വെജ് ഒരിക്കലും പിന്നെ നിങ്ങളുടെ വിഷ്ണു റെഡി ready. ഭയങ്കര ആവേശം. അതെ ഞാൻ ഒരു പെഡൽ വാങ്ങിക്കാൻ അപ്പൊ പോവാ, ഒരു പെഡൽ എക്സ്ട്രാ വാങ്ങിക്കാൻ പോവാ. എന്തിനാ? ഒറ്റ പെഡൽ, വേറൊരു പെഡൽ വാങ്ങിച്ചു വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നമ്മുടെ ഉറുമ്പ് കഥയേക്കാൾ ഞങ്ങള് ഒരു 10-15 വർഷം പുറകിലോട്ട് കൊണ്ടുവരണം. അല്ല, എല്ലാവരും നോൺ വെജ് പറയുമ്പോ ഞാൻ ഒരു വെജിറ്റേറിയൻ. അല്ല ഭാര്യ ഇല്ല, ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശരി, ബിബിൻ എല്ലാവർക്കും all the best. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നവീൻ ചേട്ടാ, വീൻ ചേച്ചി, നാദിറ, ജോഷി 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 ദീപൻ, യമുന ചേച്ചി, ദിവ്യ, ക്രിസ്യേട്ട, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പൊ ഇന്ന് നവീൻ അറക്കലും ബീന ആന്റണിയും കൂടെ കോമ്പിനേഷനിൽ ഇന്നത്തെ ഞങ്ങളുടെ ഡിഷ് എന്ന് പറഞ്ഞാല് മട്ടനും പുട്ടും. അതെ, മട്ടൻ എന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പല മട്ടൻ വെച്ച് പല വിഭവങ്ങളുണ്ടാവും. പക്ഷെ എന്തായാലും മസാല മസ്റ്റ് ആണ്. അതെ. പക്ഷെ ഈ മട്ടൻ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാലോ, നവീൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവിനെയാണ്, ഇത് ക്രിസ്ത്യാനിയാണ്, ഞാനും ക്രിസ്ത്യാനിയാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു നായരെയാണ്. അപ്പൊ ഈ ഹിന്ദു ക്രിസ്ത്യൻ കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും ഭക്ഷണത്തിൽ. അപ്പൊ ഞങ്ങളുടെ എന്റെ അമ്മച്ചിയുടെ എന്റെ അപ്പച്ചന്റെ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് നല്ല മസാലയൊക്കെ ഇട്ട് അങ്ങനെ അടിയും. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് മനുവിന്റെ വീട്ടിൽ പോയപ്പോൾ എന്താ സംഭവം, മസാല എന്ന് പറഞ്ഞ സാധനം ഈ മട്ടണിലില്ല. മട്ടൺ എന്ന് വെച്ചാല് മനുവിന്റെ ഡാഡിയുടെ അമ്മച്ചിയുടെ അമ്മ മുത്തശ്ശിയുടെ പകർന്ന് മനുവിന്റെ അമ്മച്ചിക്ക് കിട്ടി, തലമുറകളായിട്ട്. അവിടെ നിന്ന് മരുമോളായി എനിക്ക് കിട്ടി. ഇനി ഞാൻ എൻ്റെ മോൻ കല്യാണം കഴിക്കുമ്പോൾ അവന് പറഞ്ഞു, അവൻ്റെ ഭാര്യയ്ക്കും പറഞ്ഞോളൂ. കാരണം ഇത് കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലിൻ്റെ ഒരു ഭയങ്കര ഒരു മിക്സാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എടപ്പാലിൽ മട്ടൻ, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചു. പിന്നെ തേങ്ങാപ്പാല് നല്ല തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയാ, അത് അമ്മച്ചി പ്രത്യേകം പറയും, നല്ല എന്താ പറയാ, വെണ്ണ പോലെ തേങ്ങ വറുത്തരച്ചു. തേങ്ങ, കുരുമുളക്, ചെറിയ ഉള്ളി, വേപ്പല, പിന്നെ കണ്ടത് വെണ്ണ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമില്ല, വെണ്ണ തന്നെ.
വാ, വാ, വാ മക്കളെ വാ. ഭയങ്കര surprise. അയ്യോ അവന്റെ കുശുമ്പ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. എടാ ഇഷ്ടമല്ലേടാ മട്ടൻ? പിന്നെ അപ്പൊ ഇല്ലേ അത് അതല്ല സാധാരണ ചെയ്യുന്ന ഒരു നിങ്ങൾ കഴിക്കുന്ന ഒരു മട്ടൺ അല്ലായിരിക്കും കേട്ടോ. ഇത് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എന്റെ അമ്മായിയമ്മ സ്പെഷ്യൽ ആണത്. ഇല്ല ഞാൻ ഇന്ന് ഒരെണ്ണവും ചെയ്തിട്ടില്ല. ഇത് പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മട്ടണിൽ നിന്ന് വ്യത്യസ്തം ഉണ്ടാക്കണമല്ലോ അല്ലേ? ഇതപ്പോ അതൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. മസാല എന്ന് പറഞ്ഞ സാധനം സവാള ഇല്ല, ഗരം മസാല ഇല്ല, അതൊന്നും ഇല്ലാത്ത മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷെ വെളുത്തുള്ളി ഇല്ല. അതെ രുചി ഉണ്ടോ? രുചി എന്താ അതല്ല നീ ഇത് ചേച്ചി ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. കൈപുണ്യുള്ള ആളാണ്. ഞങ്ങള് ഫസ്റ്റ് അടിച്ചത് അമ്മയുടെ ഞങ്ങളൊക്കെ ഒരുമിച്ച് മത്സരിച്ച് ഞങ്ങളുടെ ടീം ഫസ്റ്റ്. ഇവരുടെ ബിന്ദു ചേച്ചി എല്ലാരും കൂടി സാധാരണ ഒരു ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും കഴിച്ചു. അല്ല അതുകൊണ്ടാ പറഞ്ഞത് ഇതും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു മട്ടനാണ്. അതെ പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പറയുന്ന മസാലകളൊന്നുമില്ല, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും. ചേച്ചി കൊതിയായിട്ട് വയ്യ. അപ്പൊ നീ കാര്യം ചെയ്യ്, അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ. ഞാൻ ആയിട്ടില്ലേ? ആയി വരുന്നുള്ളൂ. വെച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് പുട്ടും ഉണ്ടാക്കി അങ്ങോട്ട് വരാം. ഞാൻ ചോദിക്കട്ടെ മസാല ഇതെന്താ അരപ്പ്? ഇതും തേങ്ങയുടെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഗരം മസാല ഇല്ല, സവാള ഇല്ല, വെളുത്തുള്ളി ഇല്ല, മീറ്റിന് പ്രത്യേകമായിട്ട് സാധനങ്ങളല്ലേ ഇത്. പക്ഷെ ഇത് തേങ്ങാപ്പാലും തേങ്ങ അരച്ചതുമാണ് മെയിൻ സാധനം. എന്നിട്ടുള്ളതൊന്നും നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം. അവരുടെ സ്പെഷ്യലാണ്. ഒന്ന് കറങ്ങിട്ടോ. നവീനയിൽ എന്താ അല്ല എന്റെ പരിപാടി ശരീരം വെച്ച് മട്ടൻ കൊണ്ടിരുന്നു. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ കഴിക്കാവുള്ളൂ. അതെ പക്ഷെ എന്നാലും മട്ടനോട് എനിക്കൊരു കൊതിയുണ്ട്. മട്ടൻ വരുന്നു, മട്ടൻ കൊത്തി അരിയുന്നു, പിന്നെ കഴുകി കൊടുക്കുന്നു, അങ്ങനെയുള്ള പരികർമ്മി ഒറ്റ വാക്കി പറഞ്ഞില്ല. പക്ഷെ ഒന്ന് കറങ്ങിട്ടോ അപ്പോഴേക്ക് ഞങ്ങളുടെ നാട്ടിലെ പണിയെടുത്ത് അറിയാത്ത ആൾക്കാരായിട്ട് പരികർമ്മി നിർത്തി അവമാനിക്കുവാണ്. അപ്പൊ നമ്മുടെ ഇത് നല്ല വെന്ത് നല്ല പാകമായിട്ടിരിക്കും. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരപ്പിടുക. ഞങ്ങളുടെ മെയിൻ സംഭവം ഞങ്ങളുടെ വെണ്ണ പോലെ അരച്ച ഞങ്ങളുടെ അരപ്പിലിടാണ്. അപ്പോൾ നമ്മൾ പൊട്ടുപൊടി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിറ കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സെറ്റായിട്ട് പറയാം. ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്, ഐ മീൻ അതിൻ്റെ വെള്ളം ഞങ്ങളത് തിളപ്പിച്ചെടുത്തിട്ട് അപ്പോൾ ഞാൻ തലപ്പാൽ ഒഴിക്കുകയാണേ. തേങ്ങയുടെ തലപ്പാൽ ഒഴിക്കാൻ പോകുന്നു. നല്ല തീ നമ്മൾ ഓഫ് ചെയ്തു അല്ലേ? അല്ല എൻ്റെ അടപ്പം തീട ഇതിൻ്റെ അടപ്പ് ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ സ്പെഷ്യൽ മട്ടൻ കറിയും പുട്ടും റെഡി. ബീട്രൂട്ട് പുട്ടും അല്ലേ? ബീട്രൂട്ടിൻ്റെ ആ ഒരു എന്താ പറയുക എസൻസ് വെച്ചിട്ട് ഞങ്ങളൊരു പുട്ടും ഉണ്ടാക്കി, തേങ്ങാപ്പാൽ മട്ടനും. ഓക്കെ അപ്പോൾ സെറ്റാണ്.
ഞങ്ങൾക്കിനി ഷെഫിന്റെ അടുത്തേക്ക് പോവാൻ ഞങ്ങൾ റെഡി. ഗെറ്റ് സെറ്റ് ഗോ. ഷെഫ് വന്നാൽ മാത്രം മതി. യെസ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഇനി നമ്മുടെ ഷെഫ് വരേണ്ട സമയമാണ്. ഞങ്ങൾ കുറച്ച് ടെൻഷനിലായിരിക്കും ആ സമയത്ത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ നമുക്ക് ഷെഫ് വിളിക്കാം. പ്രിയപ്പെട്ട ഷെഫ് നളൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി അങ്ങ് സ്നേഹത്തോടെ നമസ്കാരം. തുടങ്ങാം അല്ലേ? തുടങ്ങാം. എന്ത് തോന്നുന്നു നമ്മളെ പാർട്ടിസിപ്പൻസിനെ കണ്ടിട്ട്? എല്ലാവരും, ഞാൻ പലരുടെയും കൈപുണ്യം ഓൾറെഡി നേരത്തെ അറിഞ്ഞ ആളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പൊ നോക്കാം, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നമുക്ക് ഉയർത്തി പിടിക്കാം അല്ലേ? ശരിയല്ലേ? കഴിക്കുന്നവരെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. നമ്മള് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു കൺസിസ്റ്റൻസിയും ഫോക്കസും ഡെഡിക്കേഷനും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന് വലിയൊരു എക്സാമ്പിൾ അല്ലേ ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഒരു വലിയ കൈഡി കൊടുക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം, ശരിയല്ലേ? തേങ്ങാപ്പാൽ മട്ടനും പുട്ടും. അതെ, തേങ്ങാപ്പാലും മട്ടനും പുട്ടും എന്ന് പറഞ്ഞ വിഷ്ണു ഗുളുന്നുള്ള സൗണ്ട് കൂടെ കേട്ടാ. ഈ തേങ്ങ വെട്ടി മുറിക്കാനാണോ 2 മണിക്കൂർ എടുത്ത്? അറിയില്ല, നോക്ക്. ഒന്നും ഉണ്ടാക്കിയില്ല. സർപ്രൈസ് ആണത്. അല്ല അത് ഇവിടെ തേങ്ങ മുറിച്ച് ഉണ്ടാക്കി കമത്തി വെച്ചോ? അല്ല, ചേച്ചി എന്നാ സുമ്മാവാ. അതൊന്ന് ബ്രീഫ് ചെയ്യാവോ? എന്താണ് ബേസിക്കലി തേങ്ങാപ്പാൽ മട്ടനും പുട്ടും? തേങ്ങാപ്പാൽ എന്ത് ചെയ്യും ഇതിനകത്ത്? തേങ്ങാപ്പാല് നമ്മൾ അധികം മട്ടണിൽ ശരിക്കും എല്ലാവരും തേങ്ങാപ്പാൽ മട്ടൻ മീൻസ് തേങ്ങാപ്പാലും എടുത്തു, തേങ്ങയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വറുത്തരച്ചിട്ടും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. വറുത്തരയ്ക്കുമ്പോൾ അതിനെ തേങ്ങാപ്പാൽ നമുക്ക് വിളിക്കാൻ പറ്റും? ഏതാ വറുത്തരയ്ക്കുമ്പോൾ അതിന് തേങ്ങാപ്പാൽ എന്ന സവിശേഷത കൊടുക്കാൻ പറ്റുമോ? വറുത്തരച്ചത് വേറൊരു കോൺസെപ്റ്റും തേങ്ങാപ്പാൽ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ്. അമ്മച്ചി ഇങ്ങനെ പറയുന്നോണ്ട് ഞാൻ അതിനങ്ങനെ അങ്ങോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ലേ? അല്ല, അമ്മച്ചി ഇപ്പൊ പറയേ നമുക്ക് ആ തേങ്ങാപ്പാൽ മട്ടൻ കറി വെക്കാന്ന് പറയും എപ്പോഴും. തേങ്ങാപ്പാൽ അരച്ചപ്പോൾ രണ്ട് ടൈപ്പ് വേറെ ഉണ്ടല്ലോ മസാലകൾ. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഗരം മസാലയോ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. അവരങ്ങനെ ഒരു തേങ്ങാപ്പാൽ കറി എന്നും പറഞ്ഞാണ് ഇതിന് വെക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ പുട്ടും ബീട്രൂട്ടിന്റെ എസൻസ് എടുത്തിട്ട് പുട്ടുണ്ടാക്കി. മലയാളികൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് പുട്ടിന്റെ ഏറ്റവും വലിയ സുഹൃത്തിനെയാണ് ഞാനിവിടെ മിസ് ചെയ്യുന്നത്. ആരാണ് പുട്ടിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്? അല്ല, പപ്പടം. ഞങ്ങൾ പുട്ടും കടലയും. ഞാനിവിടെ ഇതൊന്നുമല്ല നോക്കുന്നത്. നവീൻ ചേട്ടന്റെ കണ്ണ് എങ്ങനെ തള്ളണം എന്നുള്ളതാണ് എന്റെ നോട്ടം. ഓൾറെഡി തള്ളിയിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചേച്ചി അഭിനയിച്ച യോധയിലെ പാട്ടില് ലാലേട്ടൻ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണിക്കും. അപ്പൊ ജഗതി ചേട്ടൻ ഒന്നും പിടുത്തം കിട്ടാണ്ട് ജഗതി ചേട്ടൻ ഇങ്ങനെ നോക്കണം. അതേപോലെ ചേച്ചി ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നവീൻ ചേട്ടൻ കണ്ണ് തള്ളിയിട്ടിരിക്കുക. അല്ല, അതുകൊണ്ടല്ല, ചേച്ചിയുടെ ഫാമിലി റെസിപ്പിയാണ്. ഞാൻ കൈ കൊണ്ട് കഴിക്കല. കൈ കൊണ്ടാ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നമ്മൾ ബേസിക്കലി
ഇത് ഒരു ഹോം മെയ്ഡ് കറിയായിട്ട് നമുക്കിതിനെ അക്നോളജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പാർട്ടിസിപ്പൻ്റ് നമ്മളൊരു സാധനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ കറി എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം, എനിക്കത് ട്രൈ ചെയ്യണം എന്നൊരു തോന്നലും കൂടെ കൊടുക്കത്തക്ക രീതിയിലായിരിക്കണം അതിനെ ഗിയർ ചെയ്യേണ്ടത്. പുട്ട് നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് അതിൻ്റെ കളേഴ്സും എല്ലാം നാച്ചുറലി ചെയ്തത് ബാക്കിയുള്ളവർക്കൊരു നല്ല മെസ്സേജ് ആയിരിക്കും. ഞാൻ കഴിച്ചിട്ടില്ല അല്ലേ അമ്മായിയമ്മ വെച്ച കറി. ഒരു ദിവസം എന്തായാലും ഞാൻ അമ്മായിയമ്മ കാണാൻ വരും, എന്നിട്ട് ഈ കറി ട്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ ഇതിനെ ഒന്നും കൂടെ വിലയിരുത്തും. ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് ഓക്കെ, ഐ എം ഹാപ്പി. അതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ ഫ്രൈഡ് ഓണിയൻ എടുത്ത് മേളിൽ ഗാർണിഷ് ചെയ്തപ്പോൾ അത് ഓവർ പവർ ചെയ്യുന്നു. അത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നീക്കാം. നമുക്ക് മട്ടൻ്റെ ഒരു ഫീൽ കിട്ടണം, മട്ടൺ നമ്മളോട് സംസാരിക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബട്ട് ഇറ്റ് ഇസ് നൈസ്. നെക്സ്റ്റ് ടൈം ഇതൊന്നും കൂടെ ഒന്ന് ഗിയർ അപ്പ് ചെയ്യണം അടുത്ത ലെവലിലേക്ക് കേട്ടോ. താങ്ക് യു. മട്ടൺ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് സംസാരിച്ചെന്നാ പറഞ്ഞത്. അല്ല, മട്ടനെ കുറച്ച് മുറുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഉദ്ദേശം മുറുക്കം. ഞാൻ മട്ടനെ പറ്റിയല്ല സംസാരം, ബേസിക്കലി ഞാൻ ആ ഗ്രേവിയാണ്, എനിക്ക് ആ റെസിപ്പിയാണ് പ്രധാനം. അപ്പം ചിലപ്പോൾ മട്ടൻ എന്തെന്ന് വരുമ്പോൾ നമ്മൾ തന്നെ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പം മുത്തശ്ശൻ്റെ ബീഫൊക്കെ അയാൾ പറ്റിക്കാനായിട്ട് വെട്ടിത്തരും. ഈ ബീഫിനെ നമ്മൾ എത്ര ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ നമ്മളുടെ ആ റെസിപ്പി നമ്മൾ പറയും ഷെഫ് മസാല അടിപൊളിയായിട്ടുണ്ട്, ബീഫ് അങ്ങോട്ട് നമ്മൾ ഇറച്ചിക്കടക്കാരനോട്ട് മത്സരിക്കാൻ പോകാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ ഇയാൾ വേറെ പോയി വാങ്ങിച്ചോളൂ. പക്ഷേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ബീഫും ഇറച്ചി എന്തായാലും ഇത് ഈ ഗ്രേവിയിലേക്ക് മെൽറ്റ് ആവുന്നതിനും പ്രാധാന്യമില്ല? ഉണ്ട്, പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ കൈപുണ്യമുള്ള ഒരാൾക്ക് ഇപ്പോൾ വീട്ടിൽ നമുക്കതിനകത്ത് ഒരു മാജിക്, മസാല മാജിക് എന്ന് പറഞ്ഞൊരു മാജിക് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു സിമ്പിൾ കാര്യം പറയാം. വെറും സവാളയും തക്കാളിയും റോസ്റ്റ് ചെയ്തിട്ട് പച്ചമുളകും പച്ച വെളിച്ചെണ്ണയും ലേശം ഉപ്പും 2 പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു താറാമുട്ടയോ പുഴുങ്ങി അതിനകത്ത് വെച്ച് ഇച്ചിരി പെപ്പർ വെതറി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മസാല അതിന് വേണോ? ഒരു സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെന്ന് വെച്ചോ, അപ്പം തിന്നാനായിട്ട് വേറെ ഏതെങ്കിലും വേണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒരു മാജിക്. മുട്ടയ്ക്ക് അതോട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് എങ്ങനെയും കളിക്കാം ഒരു ഗ്രൗണ്ടിൽ. സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ തേങ്ങാപ്പാലിനകത്ത് വെറുതെ ചേച്ചി ബട്ടറിനകത്ത് ഈ മട്ടൺ കുക്ക് ചെയ്തിട്ട് വെറുതെ തേങ്ങാപ്പാലും ഇച്ചിരി ഉപ്പും പേരിനൊരു നുള്ളു കാർഡമനും ഇട്ട് ആ തേങ്ങാപ്പാൽ കറി എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യാം. ഞാനിത് ശരിക്കും ഉണ്ടാക്കിയത് എന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയ സെയിം സാധനം ഞാൻ പ്രസന്റ് ചെയ്തു. അമ്മായിമ്മയുടെ പേരെന്താ? ലീല. പക്ഷെ എന്റെ അമ്മച്ചി ഉണ്ടാക്കുന്നത്, ഞങ്ങൾ നസ്രാണിയിൽ ഉണ്ടാക്കുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഉഗ്രമാണ്. അത് വേറൊരു ടൈപ്പ്. അതൊരു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാക്കാം. അതെന്ന് വെച്ചാൽ നല്ല മസാലയും വേറൊരു ടെക്സ്ചറിലാണത്. പക്ഷെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ അത് അമ്മച്ചി സ്പെഷ്യൽ. ഈ മട്ടൻ കറി കഴിക്കാനായിട്ട് ഞാൻ ബീന ചേച്ചിയുടെ നമ്പറുണ്ട്, ഞാൻ മസ്റ്റായിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ലൈവ് പോകുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഇത് കട്ടക്കട്ടക്ക് മാർക്ക് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും ആധികാരികത ഇല്ലല്ലോ എനിക്ക്. കഴിക്കണം, ടേസ്റ്റ് ഉണ്ടാവും, അത് രണ്ടും ഉണ്ട് എന്തായാലും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാം. Celebrity Kitchen Magic Season 3 powered by Amradaveni, KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇവർ രണ്ടുപേരും എൻ്റെ ഫേവററ്റ് ആൾക്കാരാണ്. കാരണം ഞാൻ നമ്മുടെ ഈ എന്താ പറയുക ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ പരിപാടികളാണല്ലോ. അപ്പോൾ ആ സീസണാണ് ഞാൻ മര്യാദക്ക് കണ്ടേക്കുന്നത്. അപ്പോൾ അതിൽ ഇവരുടെ രണ്ടുപേരും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഹ്യൂമർ സെൻസ് കിട്ടൽ വലിയ പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് നാദിറ. അതേപോലെ തന്നെ അഭിനയം ഭയങ്കര പാഷനായിട്ട് കൊണ്ടുവന്നിട്ട് അവൻ്റെ ശരീരവും നോക്കി നല്ല സെറ്റായിട്ട് നടക്കുന്ന നിർത്തണം. എനിക്ക് ഇവർ രണ്ടുപേരും വലിയ കാര്യമാണ്. ബാഡ് ബോയ്സിൽ ഞാനും ഇവനും ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, പാർട്ടായിരുന്നു. നാദിറ ശരിക്കും പറഞ്ഞൊരു വിപ്ലവകാരിയാണ് അല്ലേ? അപ്പോ
എന്താണ് ഇന്നത്തെ ഞങ്ങൾ നായ വരുന്നു, ഇനി ഇളക്കാൻ മാത്രം മതി. അത്യാവശ്യം ഞാൻ ഇളക്കിയായിരുന്നു. നിങ്ങൾക്ക് നല്ല ടൈമിംഗ് ആട്ടോ. എന്ത് പറ്റി ചേട്ടാ വന്ന ടൈം സൂപ്പർ. എന്താടാ നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പം അങ്ങെടുത്ത് വെച്ചോളൂ. ഉണങ്ങി കിട്ടണം അത്. അഴയിലിട്ട് വെച്ചേക്കോ ഞങ്ങൾ ഉണക്കാനായിട്ട്. പിന്നെ അല്ലാതെ ചിക്കൻ മസാല പിടിക്കണമെങ്കിൽ ഉണക്കാൻ വെക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. യൂട്യൂബില് ഏത് ശാസ്ത്രം? യൂട്യൂബ് ശാസ്ത്രം. ബൂൾസൈ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് നോക്കുന്ന ആൾക്കാരാ. എന്നിട്ട് എണ്ണ മറ്റേ കുരു പൊട്ടാതെ എടുക്കൂലേ, അതൊക്കെ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയും. അത് ക്രെഡിറ്റ് ആക്ച്വലി, അത് ക്രെഡിറ്റ് ആണ്. ഞാൻ ഉണ്ടാക്കൂടാ, ഞങ്ങൾ ഉണ്ടാക്കും. ഗ്യാസ് എങ്ങോട്ട് തിരിക്കണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കൂടാന്ന് പറഞ്ഞൊരു അഭിമാനം കണ്ടല്ലോ. അത് ശരിയാണല്ലോ. അത് ഉണ്ടാക്കുന്നതിന് പാട് വേറെ കാര്യമുണ്ട് അനീഷേട്ടാ. അത് തിന്നാനൊരു കാര്യമാണ്. അത് പൊട്ടാണ്ട് കഴിക്കണം. അതൊരു കലയാണ്, അതൊരു രാജകലയാണ്. കുരു പൊട്ടാതെ കഴിക്കണം നിങ്ങൾ. സോറി ഉണ്ട്, അപ്സരയ്ക്ക് കൊടുക്കാനുണ്ട്. കുറച്ച് മുളക് എടുത്ത് കൊടുക്കും. ഉപ്പുണ്ട്. ഗസ്റ്റിന്റെ മുന്നിൽ നമ്മൾ അപമാനിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ അനീഷേട്ടൻ ഭയങ്കരമായിട്ട് നിങ്ങളെ പുകഴ്ത്തിയിട്ടാ വന്നത്. നാദരയും വിഷ്ണുവും ഭയങ്കര കുക്കിംഗ് ആണ്, അവര് ഭയങ്കരമായിട്ട് പണിയെടുക്കും എന്നൊക്കെ. ഞാൻ പറഞ്ഞപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. ഞങ്ങൾ ചിക്കൻ അല്ല, ഞങ്ങൾ പണിയെടുത്ത് തളർന്നിട്ട് നിൽക്കുവാണ് ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ. നിങ്ങൾ ഒരു റൗണ്ടും കൂടി പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ റെഡിയാവും. സെറ്റ് തളർന്നിട്ട് വരാവും. അയ്യോ, തലകിരാടുമ്പിൽ താഴ്ന്നിട്ടില്ല. തളർന്നിട്ട് നിന്നവരെ നല്ല ഫ്രഷ് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് തളർന്ന് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ നമ്മുടെ അമ്മച്ചിനെ കാണണം അല്ലേ? അങ്ങനെയാണ്. നിങ്ങൾ ഞങ്ങളെ പുകഴ്ത്താൻ വന്നാണോ അല്ലെങ്കിൽ പുകഴ്ത്താളെ കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞു. എടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എനിക്ക് ഇതുപോലെ ഉണ്ടല്ലോ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. പണ്ട് കലോത്സവങ്ങളിലൊക്കെ പോകൂലേ, നമ്മളൊക്കെ മിമിക്രിയൊക്കെ മത്സരിക്കാനൊക്കെ പോകൂലേ ഏട്ടാ. അവിടെ മത്സരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പൊ പറയാം അത് ജഡ്ജസിന്റെ മോനാണ് ഒന്നാം സമ്മാനം. ശരിയല്ലേ? ആ കുട്ടി ഒന്നും പോയിട്ടില്ല, ഇവിടെ ആ കുട്ടി വലുതായി ഇവിടെ തന്നെ ഉണ്ട്. ആ കുട്ടി ഒന്നും ചെയ്തില്ല. ശരിയല്ലേ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇല്ല സ്വഭാവം. നമുക്ക് കിട്ടിയില്ല, ഞാൻ പറയും കുറ്റം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം അത് സ്വാധീനിച്ചിട്ടാണ്. എനിക്ക് സ്വാധീനിക്കാനുള്ള കഴിവില്ല. അല്ലെ നമ്മളെ സ്വാധീനിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ പുഴുക്കാണ്ട് നിങ്ങൾ പ്ലീസ് പോവുക. അപ്പുറത്തേക്ക് പോയിട്ട് അവരെ നാറ്റിക്കുക. അവരുടെ ഭക്ഷണം ആസ്വദിക്കുക. കൂടുതൽ ഇഷ്ടപ്പെട്ടോണ്ടല്ലേ ഇവിടെ കൂടുതൽ അല്ലേ? അത് ഇഷ്ടമായിട്ട് തോന്നണില്ല. ഉണങ്ങാനാണ് അയൽ വിരിച്ചിരിക്കുന്ന ചിക്കൻ. ചിക്കനെ അത് അയയണം, കുറച്ചും കൂടി ലൂസായിട്ട് വരണം. ശരിക്കും എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തെളിവുണ്ട്. സൊമാറ്റോയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങ് വരട്ടെ. എടാ അത് കിട്ടിയിട്ടെങ്കിലും അത് കിട്ടിയതിലോട്ട് അടിക്കണം കേട്ടോ. സൊമാറ്റോയിലുള്ളത് പോലും ഒന്നാം സ്ഥാനം അടിക്കില്ലെങ്കിൽ മോശമാണ്. ഞാനിത് അങ്ങോട്ടൊക്കെ പോകാം. അയ്യോ മറ്റേ കുടുംബക്കാരുടെ ചിക്കൻ. കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ? കണ്ടതാണ് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു 10-15 മിനിറ്റ് എടുക്കും. അതിനിടയ്ക്ക് ഇവരുടെ അടുത്ത് ആരാ കയറ്റിവിട്ടത്? അപ്പഴേ സംഘാടകർക്ക് പറഞ്ഞതാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. പരിപാടി പൊളിക്കാൻ വേണ്ടി 3 ആൾക്കാരെ കയറ്റിവിട്ടേക്കോ ഞങ്ങളുടെ. ഇത് ഇളക്കേണ്ടി വന്ന ഗതികേട്ടെന്ന് ആലോചിച്ചു. ഇത് എനിക്ക് തോന്നുന്നു നവീൻ ചേട്ടനും ബീന ചേച്ചി മനഃപൂർവ്വം കയറ്റിവിട്ടെന്ന് തോന്നുന്നു. അതെ, നമ്മളെ തോപ്പിക്കാൻ. അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി അസൂയ കൂടുതൽ. നമുക്ക് ബാക്കി കഴിഞ്ഞിട്ട് കാണാം. നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോൺ വെജ് റൗണ്ടിൽ ഹണി ഗാർലിക് ചിക്കനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വായിലേക്ക് വരാറില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നേരത്തെയൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. ഒരുപാട് സമയം വേണ്ട, എന്നാലും ഒരു 40-45 മിനിറ്റ്. അതെ, പക്ഷെ നമുക്ക് അത്ര സമയം വേണ്ട. നമുക്ക് 25 മിനിറ്റ് തന്നെ നിൽക്കാൻ പറ്റും. ഹണി ഗാർലിക് ചിക്കൻ ആവശ്യമായ നമ്മൾ 2 ബ്രസ്റ്റ് പീസ് നല്ലപോലെ വാഷ് ചെയ്ത് കുറച്ച് നമ്മൾ വെള്ളം ഉണ്ടാകുന്നതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് സ്പൂൺ എടുത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവള് മാഗ്നേറ്റ് എന്നൊക്കെ പറയും. അപ്പം അതിനാവശ്യമായ ഒരു 4 പൗഡർ എന്നുള്ളത്, 1 സോൾട്ട്. അത് ആവശ്യത്തിന് ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി. തൂക്കി കൊടുത്താൽ മതി. വൃത്തിയായിട്ട് പറയല്ലേ, തൂക്കി കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് ബ്ലാക്ക് പെപ്പറാണ് വേണ്ടത് ഗൈസ്. ബ്ലാക്ക് പെപ്പർ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഈ ബ്ലാക്ക് പെപ്പറും പെപ്പറും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടും ഒന്നല്ലേ?
പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. ഇനി ഓർഗാനോ ഞാൻ ഇട്ടെ. ഒറിഗാനോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടുന്ന സാധനം ഇരട്ടാ. ഗാർലിക് പൗഡറും കൂടി ലാസ്റ്റ് ഇടുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അടിച്ച് തക്കുടു കൂട്ട അടി കൊടുക്കാൻ അത് തൊണ്ട കണ്ടില്ല. അതെ അറ്റാടി. സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇട്ടത്? സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഇതൊരു ഫ്ലേവർ ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. എന്താന്ന് പോലും അറിയത്തില്ല കർത്താവേ. എല്ലാം യൂട്യൂബ് ദൈവങ്ങൾക്കും സമർപ്പിച്ചു. അതെ, നമ്മൾ നിങ്ങളെ പോലെയാണ്, യൂട്യൂബിൽ നോക്കുന്നു, ഉണ്ടാക്കുന്നു. ബാച്ചിലേഴ്സ് അങ്ങനെയാണല്ലോ. അതിൽ ഒരു മടിയുമില്ല ഗൈസ്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്നത് ഒരു ചമ്മലുമില്ല. അതെ, അത് എഴുതി വെച്ച് നോട്ട് നോക്കി ഉണ്ടാക്കും. പരീക്ഷിക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് ടു ഞാൻ നോക്കി എൻ്റെ അടുത്താണ് കുക്കിംഗ് ഷോയിൽ വന്നിട്ട് തുണ്ട് വെക്കരുതെന്ന് പറയുന്നത്. 10ാം ക്ലാസ് ജയിക്കാത്തത്. നീ ജയിച്ചായിരുന്നോ? മൂന്നാമത്തെ പ്രാവശ്യത്ത് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ജയിച്ചായിരുന്നു. ഞാൻ 10 തൊട്ടിട്ടുള്ളൂ. ഇവള് 2 വീലറിന്റെ 4 വീലറിന്റെ ലൈസൻസ് ടെസ്റ്റിന് വരെ പൊട്ടിയവളാണ് ഇവള്. 10 പ്രാവശ്യം പൊട്ടി, ഇപ്പോഴും ഇല്ല ലൈസൻസ്. അതിന് നാട്ടുകാരെയും തപ്പും അത് ലൈസൻസ് ഉണ്ടോന്നൊക്കെ. എന്നിട്ട് ഒരു കാർ എടുത്ത് അതെ നമ്മളത് ഒന്ന് അടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് പോയിട്ട് പാടാം. അതെ, എന്നിട്ട് നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം. അരമണിക്കൂറാണ് വേണ്ടത് നമുക്കിപ്പോൾ. സമയപരിമിതി സന്ദർഭ ഇത് മൂലം നമ്മളൊരു 15 മിനിറ്റ് മാക്സിമം വെക്കാൻ നോക്കി. നമ്മൾ അത് ഫ്രീസറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈദ, സാധാ മൈദയിൽ ഒന്ന് മുക്കിയിട്ട് മുക്കുക. അപ്പോഴത്തേക്കും നാദ്ര ഇതിൽ കുറച്ച് ഗ്യാസ് ഓണാക്കി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തിളപ്പിക്കേണ്ടതാണ്. നമ്മൾ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അനാവശ്യത്തിനല്ല, വെളിച്ചെണ്ണയുടെ കാശ് വളരെ കൂടുതലാണ്. നല്ല അടി കിട്ടും. പ്രത്യേകിച്ച് വീട്ടിലേക്ക് കുക്കിംഗ് പരീക്ഷിക്കാൻ പോണ കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമുക്ക് അടി കിട്ടാൻ പോണ കാര്യം വെളിച്ചെണ്ണയുടെ കാര്യത്തിലായിരിക്കും. അമ്മ തലമണ്ടൊക്കെ അടിച്ചു തരും. കിലോയ്ക്ക് 400 സംതിങ് രൂപയാണ്. കഴിച്ചു നോക്കും. നീ വെച്ച് നോക്കിയിട്ട് പോയാൽ ഇവിടെ വെക്കടാ. ആവട്ടെടാ, ഇന്ന് കായട്ടെ. അപ്പോഴത്തേക്കും കാഴ്ച നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഈ ഫ്ലോറിൽ, താഴത്തെ ഫ്ലോറല്ല, ഫ്ലോർ പൊടി, ഇതിൽ നമുക്കൊന്ന് മുക്കി പിടിച്ച് വെച്ചേക്കാം. പ്രാർത്ഥിക്കണം ഗൈസ് ഇടുന്നതിന് മുൻപ്, കാരണം പരീക്ഷണമാണില്ല. ഫസ്റ്റ് പീസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് പീസ് നാദ്ര വെക്കുന്നുണ്ടോ? ആയിക്കട്ടെ, വെച്ചോ. അതാണ് വിഷ്ണുവിൻ്റെ സ്നേഹം. ബ്രസ്റ്റിൻ്റെ ഒരു പീസ് എനിക്ക് തന്നു. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നീ കാണുന്നത് നിങ്ങൾ എന്താ വിചാരിക്കും, എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് ഇവൻ ഉണ്ടാക്കാൻ അറിയുന്നത് തെറ്റാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്ത് അത് താഴ്ച പാട് എന്തായിരുന്നു പാട്ട്? എനിക്ക് പാട്ട് വേണ്ട. പാട്ട് വേണം. അവര് ചാനൽ മാറ്റിക്കളയും. വേണ്ട, ഇരിക്കണം അവിടെ. അതെ, ഇത് ഫുള്ളും കണ്ടിട്ട് പോയാൽ നിങ്ങൾ പാടുന്ന പാട്. നീ പാട്, ഞാൻ നീണം പിടിക്കാം. ഒന്നാം മലക്ക് പോവണ്ടേ, അവിടുന്ന് തലകുത്തി ചാടണ്ടേ. വേണ്ട, ആ പാട്ടുപാടിയുടെ ഇടയിലാണ് മറ്റേ ജ്യോതിർമയി മരിച്ചു പോണത്. അതെ, അതും എണ്ണ വീണിട്ട്. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയത്? മണ്ണെണ്ണ, വെറും എണ്ണയല്ല, മണ്ണെണ്ണ. തിരിച്ചുവിട്ടോട്ടെ. യെസ്, നമുക്ക് അതേ കളർ കിട്ടി ഗൈസ്. ഇത് എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം? കുക്ക് ചെയ്യണ്ട, അത് നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും. ഞാൻ ചെയ്തോളാം. ഓഹോ, ഞാൻ വേണ്ട. വേണം, നീ വേണം. നീയാണ് മെയിൻ. ഞാനാണ് മെയിൻ ഷെഫ്. നീ മാസ്റ്റർ ഷെഫ്. അയ്യോ ഹൗസ് ഓണർ. അങ്കനമാർ മൗലേമണി തിങ്കളാസേ. ബാക്കി മൊഴികൾ നൽകി മാണിക്യവാസന മൊഴികൾ ദേവി പഴയൊരു കളിക്കണില്ല. അപ്പൊ നീ ഞാൻ ആർക്കും വേണ്ടി താളം പിടിച്ചത്.
എന്നിട്ട് അപ്പുറത്തെ ടി വി കൊണ്ടാക്കാൻ പോണം തന്നെ. ഇനി തിരിച്ചിട്ടു. കളർ മാറണില്ലല്ലോ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫ്രൈ ആയി വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ്. നമുക്ക് സമയപരിധി ഉണ്ട് ആക്ച്വലി, അതുകൊണ്ട് നമ്മൾ അധികം ടൈമിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഫുഡ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സമയപരിമിതിയുടെ കാര്യം മൂലം മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കളറിലാകുന്ന സമയത്ത് ഒന്നുകൂടി എടുക്കാൻ ചേട്ടാ, അത് കട്ട് ചെയ്ത് എന്ത് നക്കിയാ ഇടണം ഗൈസ്, അത് അല്ലെങ്കിൽ തന്നെ കുത്തം ഒന്നുകൂടിയാണോ? ഒന്നും കൂടിയും. ഓക്കെ ഓക്കെ, ഒന്നും കൂടി ഗൈസ്. തൊട്ട് മുന്നേ ഇവൻ ബട്ടർ നക്കി, അതുകൊണ്ടാണ് ഒന്നും കൂടി എടുത്തത്. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫ്രൈ കുറച്ചായി വന്നിട്ടുണ്ട്. നമുക്ക് സമയപരിധി ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലേ ആകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി, നമുക്ക് സമയപരിധി കൊണ്ട് അധികം ടൈം വെക്കാൻ പറ്റില്ല. സോ അതിൽ നിന്ന് മാറ്റി 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 വെക്കാം. കളിക്കല്ലേ കളിക്കല്ലേ. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ബട്ടർ അടുത്ത നമുക്ക് വേണ്ട ആവശ്യമായ സാധനം ഉണ്ടാക്കാം. അനക്കി പിടിക്കില്ല, ആമയ്ക്ക് പിടിക്കാതെ ഒരു പകുതിക്ക് നിർത്തരുന്നത്. അടിയിൽ നോക്കും. ആ, പകുതിയിൽ നിർത്തിയിട്ട് എന്നെ കുറ്റം പറയാം. ഇത് വെക്കൊന്ന്, അത് മാറ്റണ്ട, അതുള്ളതാ. വെക്കത്, ഇത് വെക്കത് വേണ്ട, അതുള്ളതാണ് അതില്, മാറ്റല്ലേ. അപ്പോൾ ഗായ്സ് നമ്മളപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയ പാനിൽ തന്നെ ഓക്കെ ബട്ടറാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. പക്ഷേ അത് നിങ്ങൾ എന്തോരം ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഓക്കെ, അതെ അതെ. ഓക്കെ, അപ്പം ഞങ്ങൾ ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഗാർലിക് അതിട്ട് നമുക്കൊന്ന് വശക്കാം. അതൊന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ വഴറ്റുക. വഴറ്റുക. ഓക്കെ, വഴറ്റുക. ഓക്കെ ഓക്കെ, നമ്മളുടെ ഗാർലിക് ഒരു വഴറ്റി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഹണി ഒഴിക്കാം. അടുത്ത് നമ്മൾ സോയ് സോസ് ഒഴിക്കാൻ പോവുകയാണ്. സോയാ സോസ് അല്ലേ അല്ലേ? അതെ, സോയ് സോസ് എന്ന് പറയും. സോയാ സോസ്, സോയാ സോസ്, സോയയുടെ ആ വീഡിയോയിൽ അങ്ങനെ എഴുതിയേക്കുന്നത് സോയ് സോസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഒഴിച്ചു ഒഴിച്ചു. ഓക്കെ, അടുത്ത് നമ്മൾ സോയ് സോസ്, സോയാ സോസ് എന്ന് ഇവർ ലോക്കൽസ് പറയും. ഞാൻ US പഠിച്ചത്. അത് കുഴപ്പമില്ല. ഇനി അടുത്തത് നമുക്ക് ടബാസ്കോ സോസ്. എന്താണെന്ന് ടബാസ്കോ സോസ് ഇത് നമ്മുടെ സെയിം ലൈക്ക് കെച്ചപ്പ് പോലെയാണ്. ഇതിപ്പോൾ ഞാൻ ഷെഫിനോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇടുന്നു. കുറച്ച് ടെർമറിക് പൗഡർ. ടെർമറിക് ഒന്നും ഇല്ല. ടെർമറിക് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞപ്പൊടിയാണ്. ഗാർലിക് പൗഡർ, പേര് മാറിപ്പോയതാ. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊക്കെയാണ് എനിക്ക് തന്നെ. പിന്നെ എവിടെ നോക്കിയാ പറഞ്ഞത് ഇപ്പം? എന്ത്? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നാട്ടുകാരുടെ മഞ്ഞപ്പൊടി. എന്തിന് മഞ്ഞപ്പൊടിയില്ല, എനിക്ക് മാറിപ്പോയി. പൗഡർ ഞാൻ ഉദ്ദേശിച്ച പൗഡർ ഏതന്നെ, ഗാർലിക് പൗഡർ. കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇതിലോട്ട് ഇടാം. ഞങ്ങളുടെ ഷോ ഡയറക്ടർ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെയാണ് ഉറ്റുനോക്കുന്നത്. നിങ്ങളൊക്കെ പോയിട്ട് കുറച്ച് ഇപ്പൊ ഒരു മീൻ പൊരിച്ചിടെ പാകത്തിനായിട്ടുണ്ടല്ല, പക്ഷെ മീനുമായിട്ട് ബന്ധമില്ല ഞങ്ങൾക്ക്. ഇളക്കി ഒരു പരുവത്തിനായിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ഇവൻ തീ കൂട്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ തീ ഓഫ് ആക്കി. തീ കുറച്ച് ഈ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇപ്പം എന്തായിട്ടുണ്ടാവോ എന്തോ ദൈവമേ. എന്തിന് പ്രതീക്ഷ കേട്ടോ, അതായത് പുകയുന്നു. നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ചെറിയൊരു ടെൻഷനുണ്ട്. സംഭവം ഇടയ്ക്ക് വെച്ച് നമുക്ക് പാളിയോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നു. പക്ഷെ നമ്മളത് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. ശ്രമം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഷെഫാണ് പറയുന്നത്. അതെ, എന്നാലും എൻ്റെ അറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗൈസ്. അതെ, അപ്പം നമ്മൾ തിരിച്ചും കൂടി ആ എണ്ണ കളയാൻ എണ്ണ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് സ്പൂൺ എടുത്ത് മാറ്റുവാണ്.
യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലും ഷെഫിന്റെ കയ്യിലും. ഷെഫിൻ്റെ കയ്യിലാണ്. നമുക്ക് കണ്ട് അറിയാം, കേട്ടറിയാം. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ കോൺഫിഡൻസ് ആണ്. ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ പുതിയ ആൾക്കാരല്ലേ, ഉണ്ടാക്കി നിങ്ങൾ എക്സ്പീരിയൻസ്. ക്ഷമിക്കുക, അതെ, ക്ഷമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയും ബെറ്റർ ആക്കാൻ ഓക്കെ, നമുക്ക് അവിടെ കാണാം. കാണാം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി, KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. വിഷ്ണു ഒരു ട്രെയിനറാണ്, ശരിയല്ലേ? ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. പിന്നെ അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ ജിമ്മിൽ വന്നിട്ട് 4 ഡമ്പൽ എടുത്ത് വെച്ച് ഞാൻ അടിച്ചിട്ട് പോയാൽ വിഷ്ണുവിനെ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? എന്നിട്ട് വിഷ്ണു അവിടെ നിൽക്കുകയാണ്. വിഷ്ണുവിനടുത്ത് ഞാൻ പറയാം, എനിക്ക് 2 ബൈസെപ്സ് മാത്രം മതി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ എങ്ങനെ ഫീൽ ചെയ്യും? വിഷ്ണുവിൽ നിന്നും അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ യു ഹാവ് ടു ബി സീരിയസ് when it comes to anything for that matter. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഫോക്കസാണ്. എന്തും ഇതൊന്നല്ല, അത് കൺസിസ്റ്റൻസി, ഫോക്കസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എക്സാമ്പിളായിട്ട് ബിബിൻജിയെ പ്രത്യേകം പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയും ഫോക്കസും ആണ് അദ്ദേഹത്തിൻ്റെ ഫ്ലോറിൽ കൊണ്ട്. അപ്പം താങ്കൾ ഇപ്പം നാദിറ നാദിറ ഈസി ആയിട്ട് എടുക്കുമ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ട്രെയിനറാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേജിൽ കൊണ്ടുവന്നൊരു ഹണി ഗാർലിക് ചിക്കൻ പ്ലേറ്റ് ചെയ്ത് വെക്കുമ്പം അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയെന്നെങ്കിലും പറയണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പക്ഷെ അങ്ങനെ ആയിരിക്കണം. ഈ ഡിഷ് ഞാനാണ് സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം ഒരു നോൺ വെജ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഹണി ഗാർലിക് ചിക്കൻ നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. ഇത് ഏത് കൺട്രിയുടെ റെസിപ്പിയാണെന്നറിയോ? ഹോംവർക്ക് ചെയ്യണ്ടേ? നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ഒരു സ്റ്റീക്ക് ഫീൽ. നമ്മൾ ഈ ഇംഗ്ലീഷ് ഫുഡിനെല്ലാം ടൈം പാറ്റേൺ ഉണ്ട്. നമ്മൾ ഒരു ചിക്കൻ എടുത്തിട്ടാൽ ഹണി ഗാർലിക്കിൻ്റെ ഫീൽ കൊടുത്താൽ അത് ആ ഡിഷാവില്ല. പാൻ 140 ഡിഗ്രിയിൽ ചൂടാവണം. ചൂടാവുന്ന പാനിലേക്ക് ചിക്കൻ വേണ്ട ടൈം, ബട്ടർ ആഡ് ചെയ്യുന്ന ടൈം, അതിൻ്റെ ജ്യൂസിനെസ് നിലനിൽക്കണം, പെർഫെക്ഷനാണ്. ഇത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മാഷ് പൊട്ടേറ്റോസ്, സ്റ്റീംഡ് വെജിറ്റബിൾ. ഇപ്പോൾ നമ്മളെ വായിൽ ഇത് നിൽക്കുകയാണ്. ഇതിനെ സട്ടിൽ ചെയ്യാനായിട്ടോ ബാലൻസ് ചെയ്യാനായിട്ടോ വേറൊരു സാധനമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വിഷ്ണുവിന് പറഞ്ഞ് മനസ്സിലാക്കിയത്, യു ആർ എ ട്രെയിൻ, ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ യു. നിങ്ങളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അസൂയാണ്. നിങ്ങളാ പെർഫെക്ഷൻ നിർത്തുന്നത്, ഡാൻസ് മൂവ്സിലുള്ള പെർഫെക്ഷൻ, അത് എല്ലാത്തിലും ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളൊരു മാസ്റ്റർ ആവുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് വർക്കായി. ഇഷ്ടപ്പെട്ടു. ആ എന്താ പറഞ്ഞ സ്റ്റീക്ക് ഫീലാണ് ഉള്ളത്. നോർമലി സ്റ്റീക്കിൻ്റെ കൂടെ സ്മാഷ് പൊട്ടേറ്റോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാനിവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്.
നിങ്ങളെ കുറച്ച് ഒരു കാര്യം കൂടി പറയാനാണ്. ഇപ്പോൾ വിഷ്ണുവും ഞാനും കൂടി ത്രൂ ഔട്ട് ഒരു കോമഡി റോള് ചെയ്യുന്ന അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന പടം. അപൂർവ പുത്രന്മാർ അപ്പോൾ അപൂർവ സഹോദരങ്ങൾ അറിയാം, ഇത് അപൂർവ പുത്രന്മാരാണ്. ലാലുച്ചായനാണ് ഞങ്ങളുടെ അപ്പൻ. ലാലുച്ചായനുണ്ട്, പിന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ, നമ്മുടെ കൊല്ലുണ്ടോ അശോകൻ ചേട്ടൻ ഓട്ടിക്കും. അശോകൻ ചേട്ടൻ, പിന്നെ ധർമ്മജൻ, പിന്നെ ബാലാജി ചേട്ടൻ ഉണ്ട് ഇവിടുത്തെ. അങ്ങനെ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകളുള്ള നിഷാന്ത് സാഗർ. നായികമാർ രണ്ടുപേരും പുറത്തുനിന്നാ, വിദേശ കേരളത്തിലല്ല, രണ്ടുപേരും പുറത്തുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നിങ്ങളൊക്കെ കാണണം. കൂടി പറയാനാണ് അല്ല, ഈ പ്രാവശ്യം ഒരു ഉറപ്പുണ്ട് നമുക്ക്, ഒരു ഹ്യൂമർ പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട് തന്നെയാണ് എല്ലാരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ. താങ്ക് യു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും കാണും. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഉറപ്പായിട്ടും ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും കാണണം. അപൂർവ പുത്രന്മാർ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് ബിബിനും വിഷ്ണു എന്ന് പറയുന്നത്. അവരുടെ സൃഷ്ടിയിൽ വരുന്ന ഒരു സിനിമയാണ് അപൂർവ പുത്രന്മാർ. ഉറപ്പായിട്ടും എല്ലാവരും കാണും. Crockery partner Minolta, AC and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.